നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്ക്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ക്രൗൺ ബൂട്ട്സ്, നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. കേരളവും തമിഴ്നാടും തമ്മിൽ അതിർത്തി തർക്കം നിലനിൽക്കുന്ന കമ്പംമെട്ടിൽ മന്ത്രി M. M. മണി സന്ദർശനം നടത്തി. കമ്പംമെട്ടിലെ ഭൂമി പ്രശ്നം പരിഹരിക്കാൻ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ചർച്ചയാണ് വേണ്ടതെന്ന് മന്ത്രി M. M. മണി. കട്ടപ്പന നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. LDF BJP അംഗങ്ങൾ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചു. മൂന്നാർ ചെണ്ടുവരയിൽ തൊഴിലാളികൾ JCB ഉപയോഗിച്ച് തുരത്തിയോടിച്ച കാട്ടാന ചെരിഞ്ഞു. ചിന്നക്കനാൽ പഞ്ചായത്തിലെ പെരിയ കനാലിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഈ വർഷവും പ്രവേശനാനുമതിയില്ല. പ്രവേശനാനുമതി ലഭിക്കാതിരുന്നത് ഇന്ത്യൻ മെഡിക്കൽ കൌൺസിൽ അംഗീകാരം നിഷേധിച്ചതിനെ തുടർന്ന്. വാർത്തകൾ വിശദമായി. കമ്പംമെട്ടിലെ ഭൂമി പ്രശ്നം പരിഹരിക്കാൻ ഇരു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ചർച്ചയാണ് വേണ്ടതെന്ന് മന്ത്രി M. M. മണി. കമ്പംമെട്ടിലെ അതിർത്തി തർക്കം നിലനിൽക്കുന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്പംമേട് ചെക്ക് പോസ്റ്റിന് സമീപത്ത് തമിഴ്നാടുമായി തർക്കം നിലനിൽക്കുന്ന സ്ഥലത്തായിരുന്നു നേരത്തെ സർവേ ആരംഭിച്ചത്. ചെക്ക് പോസ്റ്റിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെയുള്ള സർവേക്കല്ലിൽ നിന്നായിരുന്നു സർവേ. ഇരു സംസ്ഥാനങ്ങളിലെയും റവന്യൂ അധികൃതരുടെ നേതൃത്വത്തിൽ നടന്ന സർവേക്കിടെ തമിഴ്നാട് ഉദ്യോഗസ്ഥർ കേരളത്തിലെ കർഷകരുടെ ഭൂമിയിൽ വേലിക്കല്ലുകൾ സ്ഥാപിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് കേരളം സർവേയിൽ നിന്ന് പിന്മാറി. ഇതിനിടെ കേരളത്തിന്റെ സർക്കാർ ഓഫീസുകൾ അടക്കമുള്ളവയ്ക്ക് അവകാശവാദവുമായി തമിഴ്നാട് രംഗത്ത് വന്നു. ഈ സാഹചര്യത്തിലാണ് മന്ത്രി സ്ഥലത്തെത്തിയത്. കർഷകരുടെ സ്ഥലത്തിന് അവകാശവാദം ഉന്നയിക്കുന്നവരെ സഹായിക്കുന്ന നിലപാടാണ് കേരളത്തിലെ ചില ഉദ്യോഗസ്ഥർ കൈക്കൊള്ളുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കുരുമുളക് കൊടിയും കൃഷിയൊക്കെ വെട്ടി നശിപ്പിച്ചതിന് അത് നമുക്ക് നോക്കാം. ആദ്യം ആ DYSPയും അത് പറഞ്ഞിട്ട് ചെയ്യാതിരുന്നവരെ പറ്റി ആലോചിച്ചുകളെ നോക്കും. കേസെടുക്കാൻ ഞാനിത് വന്ന് നോക്കിച്ചു പറഞ്ഞു, അന്ന് കണ്ടേച്ചു പോയി പറഞ്ഞതാണ് ഇതിന് പൊടി വെട്ടിയെന്നൊക്കെ കേസെടുക്കണം. അയാളെടുത്തില്ല, പിന്നെ അയാൾ ചെയ്യലെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. നമുക്ക് വേറെ സംവിധാനം ഉണ്ടാക്കാം ഇതിന്. അപ്പം പുള്ളിക്ക് മനസ്സിലായിക്കൊള്ളൂ എന്താണ്. നമ്മുടെ അതിർത്തി സംസാരിക്കാനും നമ്മുടെ ഭൂമി സംരക്ഷിക്കാനും പറയാത്തവനൊന്നും കേരളത്തിൻ്റെ ആളുകളാണ് ഉദ്യോഗസ്ഥനാണെന്നും പറഞ്ഞാലും വേണ്ട. നമ്മുടെ ഭൂമി, കേരളത്തിൻ്റെ അതിർത്തി, ഇവിടുത്തെ ജനങ്ങൾ അവരുടെ സ്വത്തും സംരക്ഷിക്കാൻ പറ്റാത്തവനൊന്നും കേരളത്തിൻ്റെ ഖജനാവിന്ന് ശമ്പളവും മേടിച്ച് തിന്നുകൊണ്ട് പോകേണ്ട കാര്യമില്ല. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നമായതിനാൽ സർക്കാരുകൾ സംസാരിച്ച് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഫോറസ്റ്റ് മന്ത്രി ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാനിവിടെ വന്നു. ഇവിടുത്തെ വിവരങ്ങളെല്ലാം കൂടി കാണിച്ച് സംസ്ഥാന ഗവൺമെന്റിന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൊടുക്കും. കൂടുതൽ ഉന്നത തലത്തിലുള്ള ഇടപെടലുണ്ടാവും. ഉദ്യോഗസ്ഥ തലത്തിലൊന്നും ചർച്ച ചെയ്തിട്ട് ഇത് കാര്യമില്ല. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കാര്യമാകുമ്പം കുറെ ഉപരി തലത്തിലാണ് ഇതൊക്കെ ചർച്ച ചെയ്യുമോ എന്തെങ്കിലും ചെയ്യേണ്ടത്. ഏതായാലും ഇത് ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരും. നമ്മളേതായാലും അവർ വെച്ച കുറ്റിയൊന്നും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. പ്രതിഷേധം വ്യാപകമായതിനെ തുടർന്ന് വീണ്ടും സംയുക്ത സർവേക്ക് നീക്കം തുടങ്ങിയതായും സൂചനയുണ്ട്. ചെല്ലാർകോവിലിലെ അരുവിക്കുഴിയിൽ കേരളം സ്ഥാപിച്ചിരുന്ന അതിർത്തി വേലിക്കല്ലുകൾ തമിഴ്നാട് നീക്കം ചെയ്തു. 4 വേലിക്കല്ലുകളാണ് കഴിഞ്ഞ ശനിയാഴ്ച തമിഴ്നാട് എടുത്തുമാറ്റിയത്. ശനിയാഴ്ചയായിരുന്നു സംഭവം. വിവരമറിഞ്ഞ റവന്യൂ ഉദ്യോഗസ്ഥർ ഇന്ന് സ്ഥലം സന്ദർശിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പുതിയ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രദേശമായ ചെല്ലാർകോവിൽ റവന്യൂ വകുപ്പ് തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ലാൻഡ്മാർക്ക് പരിശോധിച്ച് കേരള അതിർത്തിയിൽ സ്ഥാപിച്ച വേലിക്കല്ലുകളാണ് തമിഴ്നാട് ആരുമറിയാതെ ഇളക്കി മാറ്റിയത്. 100 കോടി രൂപയുടെ ടൂറിസം സർക്യൂട്ട് പദ്ധതിയിൽ വാഗമൺ, തേക്കടി, ചെല്ലാർകോവിൽ, മൂന്നാർ തുടങ്ങിയ ടൂറിസം മേഖലകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായാണ് അരുവിക്കുഴിയും ഉൾപ്പെട്ടത്. 2 മാസം മുമ്പ് ടൂറിസം മന്ത്രി പദ്ധതിയുടെ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചിരുന്നു. ചെക്ക് ഡാം നിർമ്മിച്ച് പെഡൽ ബോട്ടുകളും മറ്റ് സംവിധാനവും സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കുകയായിരുന്നു പദ്ധതി. ഇതിന്റെ നിർമ്മാണത്തിനായി സർക്കാർ ഏജൻസിയെ ഏൽപ്പിക്കുകയും ചെയ്തു. തമിഴ്നാടിന്റെ കടന്നുകയറ്റം ടൂറിസത്തിന്റെ വൻ സാധ്യതയ്ക്ക് തന്നെ മങ്ങലേൽപ്പിക്കുകയാണ്. ജില്ലയിലെ കമ്പംമേട് അതിർത്തി പ്രദേശങ്ങളിൽ തമിഴ്നാട് കടന്നുകയറി വേലിക്കല്ലുകൾ സ്ഥാപിച്ചിരുന്നു. തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശങ്ങളിലേക്കുള്ള കടന്നുകയറ്റം അതിർത്തി മേഖലയിലെ ജനങ്ങളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. പ്രാദേശിക നേതാക്കളും ജനങ്ങളും ഇന്ന് സ്ഥലം സന്ദർശിച്ചു. ഇനിയും തമിഴ്നാടിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ നീക്കമുണ്ടായാൽ ശക്തമായി എതിർക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. സംഭവത്തെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കട്ടപ്പന നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. LDF BJP അംഗങ്ങൾ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ഫ്രീസർ മോർച്ചർ നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന് LDF BJP കൌൺസിലർമാർ യോഗത്തിൽ ആരോപിച്ചു. കൌൺസിൽ യോഗത്തിലെ മിനിറ്റ്സ് കൌൺസിലർമാർക്ക് നൽകാത്തതിനെതിരെയാണ് ആദ്യം പ്രതിഷേധമുയർന്നത്.
20 നിർദ്ദേശങ്ങളാണ് ചെയർമാൻ ചർച്ചയ്ക്കായി അവതരിപ്പിച്ചത്. എന്നാൽ ഇതിലെല്ലാം വൻ അഴിമതി നടത്താനാണ് അവസാന ഘട്ടത്തിൽ ചെയർമാനും കൂട്ടരും ശ്രമിക്കുന്നതെന്ന് ആരോപിച്ചാണ് LDF BJP കൌൺസിലർമാർ യോഗം ബഹിഷ്കരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സെക്രട്ടറിക്ക് 15 കൌൺസിലർമാർ ഒപ്പിട്ട വിയോജന കത്ത് നൽകി. ഇപ്പോൾ ഞങ്ങൾക്ക് അതിന്റെ പേരിൽ വലിയ ആശങ്കകൾ ഉണ്ടായിരിക്കുന്നത് കൗൺസിൽ എടുത്ത തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പലതും നടപ്പിൽ വരുത്തുകയാണ്. അപ്പോൾ മിനിസിന്റെ കോപ്പി തരാതെയും മിനിസിൽ ആവശ്യമായ തിരുത്തലുകൾ ഞങ്ങളറിയാതെ നടത്തിക്കൊണ്ട് ഇഷ്ടപ്രകാരം പല പ്രവർത്തനങ്ങളും നടത്തുന്നു എന്ന് ന്യായമായി ഞങ്ങൾ സംശയിക്കുകയാണ്. ഇതൊക്കെ പിന്നീട് ഓഡിറ്റ് ഒബ്ജക്ഷനിൽ എത്തുകയും ഞങ്ങളെല്ലാം അതിൻ്റെ ഉത്തരവാദികളാകുകയും ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ച ജനങ്ങളെ ഞങ്ങൾ വഞ്ചിക്കുന്നതിന് കൂട്ടുനിൽക്കുന്നതിന് ഇടയാകുകയും ചെയ്യും എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അപ്പോൾ 14 ലക്ഷം രൂപയ്ക്ക് അത് ഫേസ് മാത്രമേ തീരാൻ കഴിയുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ ടെൻഡർ പിടിക്കുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും അത് 14 ലക്ഷം രൂപയ്ക്ക് തീർക്കാനുള്ള ബാധ്യത ടെൻഡർ പിടിച്ചാക്കുന്നുണ്ട്. പക്ഷേ അതിനെപ്പറ്റിയൊന്നും ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും ഇനി 16 25 ലക്ഷമാണെങ്കിലും നാടിന് ഏറ്റവും ഗുണകരമായ രീതിയിലേക്കാണ് ഒരു താലൂക്ക് ആശുപത്രിയുടെ ഒരു പ്രവർത്തനം ഇപ്പം മുന്നോട്ട് വരേണ്ടത്. തീർച്ചയായിട്ടും പാവപ്പെട്ട ഒരാളൊരു മരിച്ചവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് എവിടെ കൊണ്ട് വെക്കും ഒരു ബോഡി? ഇത് വളരെ ഒരു നിരുത്തരപരമായ രീതിയിലുള്ള കാര്യത്തിലേക്കാണ് ഇത് കടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് തീർച്ചയായും ഞങ്ങൾ പ്രതിഷേധമുണ്ട്. വരും ദിവസങ്ങളിൽ അഴിമതിക്കെതിരെ ശക്തമായ സമരം ആരംഭിക്കുമെന്നും കൌൺസിലർമാർ അറിയിച്ചു. കട്ടപ്പന നഗരസഭാ ഭരണത്തിനെതിരെ പ്രതിപക്ഷം നടത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ ചെയർമാൻ ജോണി കുളമ്പള്ളി. കട്ടപ്പനയുടെ വികസന മുന്നേറ്റത്തെ തകർക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും ചെയർമാൻ ആരോപിച്ചു. മുനിസിപ്പാലിറ്റി യോഗം അലങ്കോലപ്പെടുത്തി പൊതുജനങ്ങൾക്ക് മുൻപിൽ ദുരൂഹതയുണ്ടെന്ന തരത്തിൽ അപവാദ പ്രചരണം നടത്താൻ LDF മെമ്പർമാർ സ്വീകരിച്ച കൌൺസിൽ ബഹിഷ്കരണ നടപടി തികച്ചും അപഹാസ്യവും മനഃപൂർവ്വം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതുമാണെന്ന് ചെയർമാൻ ജോണി കുളമ്പള്ളി പറഞ്ഞു. കൌൺസിൽ യോഗം ആരംഭിച്ചപ്പോൾ തന്നെ മാധ്യമങ്ങളെ വിളിച്ചുവരുത്തി നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ച് LDF കൌൺസിലർമാർ അജണ്ടയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ബഹളം വെച്ച് ചാനലുകൾക്ക് മുമ്പിൽ ഷോ കാണിക്കുകയായിരുന്നു. ചർച്ചയ്ക്കെടുത്ത് തീരുമാനമാകാത്ത വിഷയങ്ങളിൽ വിയോജനക്കുറിപ്പുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയാണ് ഇവർ ചെയ്തത്. കട്ടപ്പനയിലുണ്ടായ മാറ്റങ്ങളും കട്ടപ്പനയുണ്ടായ വികസന പ്രവർത്തനങ്ങളും എല്ലാം തീർച്ചയായിട്ടും ഏറെ ത്യാഗം സഹിച്ചും കഷ്ടപ്പെട്ടുമാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ മനോഹരമായ ഒരു ഓഫീസ് നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞു, മുനിസിപ്പാലിറ്റി നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു, നമ്മുടെ നഗരത്തിലെ ട്രാഫിക് പരിഷ്കാരം നമുക്ക് ഏർപ്പെടുത്താൻ കഴിഞ്ഞു, നഗരത്തിൽ നമുക്ക് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ നഗരത്തിലെ ബസ് സ്റ്റാൻഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. എങ്ങനെ കിടന്നിരുന്ന ഒരു നഗരമായിരുന്നു, അവിടെ നിന്നാണ് ഈ മാറ്റമെല്ലാം നമുക്ക് ഉണ്ടാക്കിയത്. അതുപോലെ ആധുനിക സ്ലോട്ടർ ഹൗസ് നിർമ്മിച്ചു, അതിൻ്റെ 2-3 വർഷം അതിൻ്റെ പ്രവർത്തനം നടന്നു കഴിഞ്ഞു. അതിൽ നമുക്ക് മുടക്കുമുതലിൻ്റെ ഒപ്പം നമുക്ക് വരുമാനം ലഭിച്ചു കഴിഞ്ഞു. ഇതെല്ലാം സത്യമാണെന്നിരിക്കെ ഒരു പുതിയ ഗ്യാസ് ക്രിമിറ്റോറിയം നമ്മൾ നിർമ്മിച്ച് തീർത്തു. അങ്ങനെ എണ്ണി പറയാനുള്ള ഒരുപാട് നേട്ടങ്ങൾ സമ്മാനിച്ച കുറേ കാലഘട്ടമാണ്. ഇപ്പോൾ ഞാൻ രാജിവെച്ച് പോകുന്നതോടുകൂടി ഇത് അവസാനിക്കുന്നത്. അപ്പോൾ പോകുമ്പം ഒരു നല്ല സ്വീകരണം കൊടുത്തു കിട്ടാവുന്ന നിലയിൽ വളരെ മോശമായ നിലയിൽ എന്നുവെച്ചാൽ രാഷ്ട്രീയ മാന്യതകൾക്കും സദാചാര പ്രവർത്തനത്തിനെല്ലാം ലംഘനം നടത്തിക്കൊണ്ട് ആളുകളുടെ മുമ്പിൽ വെറും കോമിക്കുകളായി മാറുന്ന നിലയിലാണ് LDF മെമ്പർമാർ പ്രവർത്തിച്ചത് എന്ന് വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് വളരെ പ്രതിഷേധം ആ കാര്യത്തിലുണ്ട്. ഒരിക്കലും ഒരു പൊതുജനത്തിന് മുമ്പിൽ ഇങ്ങനെ പൊതുപ്രവർത്തകർ അവകാശരാകുന്ന ഒരു നിലപാട് ഒരിക്കലും നാടിന് ചേർന്ന ഒരു രീതിയല്ല, രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നല്ല എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറി നിർമ്മാണം KHRWSനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ഡിസംബർ 19 ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. ഇത് ജനറൽ കൌൺസിൽ അംഗീകരിക്കുകയും ചെയ്തു. 10 ലക്ഷം രൂപയാണ് ഇതിനായി ഫണ്ട് അനുവദിച്ചത്. എന്നാൽ ഈ തുക തികയാതെ വരികയും 16 ലക്ഷം രൂപ അനുവദിക്കണമെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് മുനിസിപ്പാലിറ്റിക്ക് കത്ത് നൽകുകയും ചെയ്തു. ഇതേ തുടർന്നാണ് മുനിസിപ്പാലിറ്റി 16 ലക്ഷം രൂപ അനുവദിച്ചത്. സ്ലോട്ടർ ഹൌസിലെ ജനറേറ്റർ അറ്റകുറ്റപ്പണി നടത്തുന്നതിനെതിരെ വിയോജനക്കുറിപ്പ് എഴുതിയത് അറിവില്ലായ്മ കൊണ്ടാണ്. 4 വർഷമായി ഈ ജനറേറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ വാറന്റി പീരീഡ് കഴിഞ്ഞതിനാൽ അറ്റകുറ്റപ്പണി നടത്തേണ്ടത് മുനിസിപ്പാലിറ്റി തന്നെയാണ്. തെരുവ് വിളക്കുകൾ LED ആക്കുന്നതിനുള്ള എനർജി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കത്ത് ഇന്നത്തെ കൌൺസിലിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ വിയോജനക്കുറിപ്പ് എഴുതിയത് അപഹാസ്യമാണ്. കട്ടപ്പനയിൽ ഉണ്ടായിട്ടുള്ള വികസന മുന്നേറ്റത്തിൽ അസഹിഷ്ണുത പൂണ്ട ഒരു വിഭാഗം നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് കൌൺസിൽ യോഗത്തിൽ നടത്തിയ പൊറാട്ട് നാടകമെന്നും ജോണി കുളമ്പള്ളി പറഞ്ഞു. മൂന്നാർ ചെണ്ടുവരയിൽ തൊഴിലാളികൾ JCB ഉപയോഗിച്ച് തുരത്തി ഓടിച്ച കാട്ടാന ചെരിഞ്ഞു. ഇന്നലെയാണ് തേയിലത്തോട്ടത്തിലെത്തിയ ആനയെ തൊഴിലാളികൾ ഓടിച്ചത്. ഇന്നലെയാണ് കാട്ടാനയെ തൊഴിലാളികൾ JCB ഉപയോഗിച്ച് തുരത്തി ഓടിച്ചത്. രാവിലെ ചെണ്ടുവരയിലെത്തിയ ഒറ്റയാൻ 2.5 മണിക്കൂറോളം തൊഴിലാളികളെ ആശങ്കയിലാക്കി. ആനയുടെ ആക്രമണമുണ്ടാകുമെന്ന ഭീതിയിൽ തൊഴിലാളികൾ JCB എത്തിച്ച് ആനയെ ഓടിക്കുകയായിരുന്നു. ഇതിനിടെ JCB കൈ ആനയുടെ മസ്തകത്തിലിടിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ആന ചെരിഞ്ഞതെന്നാണ് പ്രാഥമിക നിഗമനം. വനപാലകരും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ആനയുടെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ആന ചെരിഞ്ഞതിന്റെ വ്യക്തമായ കാരണം അറിയൂ. ഏതാനും നാളുകളായി ചെണ്ടുവരൈ മേഖലയിൽ സ്ഥിരമായി ഉണ്ടായിരുന്ന ഒറ്റയാനാണ് ചെരിഞ്ഞത്. ആനയെ ആക്രമിച്ചതിന് JCB ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. JCBയും പിടിച്ചെടുത്തിട്ടുണ്ട്.
ചിന്നക്കനാൽ പഞ്ചായത്തിലെ പെരിയ കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. തൊഴിലാളികൾ താമസിക്കുന്ന ലൈൻസിലെത്തിയ കാട്ടാന പെരിയ കനാൽ സ്വദേശിയുടെ വീടും തകർത്തു. കഴിഞ്ഞ 6 മാസമായി ഹൈറേഞ്ച് മേഖലയിൽ കാട്ടാനശല്യം അതിരൂക്ഷമായിരിക്കുന്ന അവസ്ഥയാണ്. ആനയിറങ്കലിലടക്കം നാശം വിതച്ചിരുന്ന കാട്ടാനക്കൂട്ടത്തെ കഴിഞ്ഞ ദിവസം കുങ്കിയാനകളെത്തി കാട്ടിലേക്ക് തുരത്തിയിരുന്നു. ഇതിനു പുറമെയാണ് ജനവാസ മേഖലയിലെത്തി പെരിയകനാൽ സ്വദേശി ഗുരുസ്വാമിയുടെ വീട് തകർത്തത്. വീട്ടുമുറ്റത്ത് കാട്ടാനയെത്തി വീടിന്റെ ഭിത്തി തകർത്തതോടെ ഗുരുസ്വാമിയും ഭാര്യ സുഗന്ധിയും ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് ഇരുവരും കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. நாங்கள் நைட்டில் வேலை செஞ்சுட்டு நிம்மதியாக படுத்து தூங்கி எந்திரிச்சோம்ன்றது கூட இல்லை. நைட்டு ஃபுல்லாக நாங்கள் காவலுக்கு தான் இருக்கிறோம், யானைக்கு இருக்கிறோம். எப்போ எங்களுக்கு உயிருக்கு உத்தரவாதம்லாம் இல்லை. எங்களுக்கு இந்த கம்பெனியை விட்டு நாங்கள் போயிடலான்றது தான் நினைப்பு எங்களுக்கு வருது. ஒரு கடைக்கு போயிட்டு வர முடியல, ஒரு தண்ணி வண்டி எடுக்க வர முடியல, ஒரு தண்ணி வருதான்னு பார்க்க முடியல. ஏதோ ஒரு சின்ன அவசரத்துக்கு வெளியேறி எங்களால் வர முடிய மாட்டேங்குது. மேலே கடைக்கு போயிட்டோம், இல்லை ஒரு பஸ் வந்துருச்சு, ஒரு 8 மணிக்கு ஒரு பஸ்ஸை விட்டு இறங்கி வரவும் 6 மணிக்கு இடையில இங்கே கீழே மெயின் ரோഡ് பக்கம் போக முடியலன்னு വെച്ചുക്കോங்க. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്തുന്നതിനും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനും സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഈ വർഷവും പ്രവേശനാനുമതിയില്ല. ഇന്ത്യൻ മെഡിക്കൽ കൌൺസിൽ അംഗീകാരം നിഷേധിച്ചതാണ് കാരണം. ഇതോടൊപ്പം സംസ്ഥാനത്തെ 6 മെഡിക്കൽ കോളേജുകളുടെയും അംഗീകാരം റദ്ദു ചെയ്തു. സംസ്ഥാനത്ത് ഇടുക്കി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ 6 മെഡിക്കൽ കോളേജുകൾക്കാണ് ഈ വർഷവും ഇന്ത്യൻ മെഡിക്കൽ കൌൺസിൽ അംഗീകാരം നിഷേധിച്ചത്. ജില്ലയിൽ ഇടുക്കി മെഡിക്കൽ കോളേജ്, തൊടുപുഴ മേഖലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് എന്നിവയ്ക്കാണ് അംഗീകാരം നഷ്ടമായത്. സംസ്ഥാനത്തെ മറ്റ് 5 മെഡിക്കൽ കോളേജുകളിലായി പഠിക്കുന്ന ഇടുക്കി മെഡിക്കൽ കോളേജിലെ ആദ്യ 2 ബാച്ചുകളിലെയും 100 കുട്ടികൾ ഈ സാഹചര്യത്തിൽ അതേ കോളേജുകളിൽ തന്നെ തുടരേണ്ടി വരും. അതേസമയം അടുത്ത അധ്യയന വർഷം പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കുമെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം. 2018-2019 ബാച്ചിലേക്കുള്ള പ്രവേശന അനുമതിക്കായി സംസ്ഥാന സർക്കാർ ഇപ്പോൾ തന്നെ മെഡിക്കൽ കൌൺസിലിന് അപേക്ഷ നൽകിക്കഴിഞ്ഞു. ഇതോടൊപ്പം ആദ്യ ബാച്ച് കുട്ടികളുടെ പഠനവും പുനരാരംഭിക്കാനാകുമെന്ന് കരുതുന്നതായും ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. നെടുങ്കണ്ടം പുഷ്പകണ്ഠത്തിന് സമീപത്തുനിന്ന് 10 ലിറ്റർ ചാരായവും 200 ലിറ്റർ കോടയും പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ ഉടുമ്പൻചോല എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പുഷ്പകണ്ഠം മുരുകൻപാറ സ്വദേശികളായ പുത്തൻപുരയ്ക്കൽ മണിയൻ, തേൻപാൽവിള ബാബു എന്നിവരാണ് അറസ്റ്റിലായത്. അയൽവാസികളായ പ്രതികൾ മുരുകൻപാറയ്ക്ക് സമീപം ഇവരുടെ വീടിനടുത്തായുള്ള സർക്കാർ ഭൂമിയിൽ ചാരായം വാറ്റിവരികയായിരുന്നു. മേഖലയിൽ ചില്ലറ വിൽപ്പന നടത്തുന്നതിനായാണ് പ്രതികൾ ചാരായം വാറ്റിയിരുന്നത്. ചാരായവാറ്റ് നടക്കുന്നതായി എക്സൈസ് വകുപ്പിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ്. ദിവസങ്ങളായി പ്രദേശം കേന്ദ്രീകരിച്ച് എക്സൈസ് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് വാറ്റുചാരായ കേന്ദ്രം കണ്ടെത്തിയത്. വിൽപ്പനയ്ക്കായി തയ്യാറാക്കി വെച്ച 10 ലിറ്റർ ചാരായവും കോടയുമാണ് കണ്ടെടുത്തത്. വിവിധ വാറ്റുപകരണങ്ങളും ഇവിടെ നിന്നും കണ്ടെടുത്തു. അറസ്റ്റിലായ ബാബു നിരവധി കേസുകളിൽ പ്രതിയാണ്. പുഷ്പകണ്ഠം, തൂക്കുപാലം, കോമ്പയാർ ഭാഗങ്ങളിൽ പ്രതികൾ വ്യാപകമായി ചാരായം വിൽപ്പന നടത്തിയിരുന്നു. നമുക്ക് റിസോർട്ട് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചാണ് കേസെടുക്കുന്നത്. നമ്മൾ കുറേ ദിവസമായിട്ട് ഇതിന്റെ പുറകിലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ ഈ സാധനം കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടി, അതിന്റെ അനുസരിച്ച് കേസെടുത്തിട്ടുണ്ട്. ഉടുമ്പൻചോല എക്സൈസ് ഇൻസ്പെക്ടർ KB ബിനു, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരായ പ്രമോദ് MB, ലിജോ ഉമ്മൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സജിത് കുമാർ KK, അരുൺ MS, രതീഷ് കുമാർ MR, ഷമേജ് K, പ്രകാശ് J, റെജി PC എന്നിവരുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടന്നത്. നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മൂന്നാർ വിഷയത്തിലെ ഹരിത ട്രിബ്യൂണൽ ഇടപെടൽ സർക്കാർ ഗൗരവമായി കാണണമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. ഹരിത ട്രിബ്യൂണലിന്റെ ഏകപക്ഷീയമായ ഉത്തരവുകൾ ജനജീവിതം ദുസ്സഹമാക്കുമെന്നും സമിതി നേതാക്കൾ പറഞ്ഞു. മൂന്നാറിനെ രക്ഷിക്കൂ എന്ന തലക്കെട്ടിൽ ഒരു ദിനപത്രത്തിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ചെന്നൈ ബെഞ്ച് സ്വമേധയാ കേസെടുത്ത് മുന്നോട്ടു പോകുന്ന സാഹചര്യം സർക്കാർ ഗൌരവത്തോടെ കാണണം. മനുഷ്യന്റെ സാധാരണ ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെ ഏകപക്ഷീയമായ പരിസ്ഥിതിവാദം ഉയർത്തുന്ന ചില പരിസ്ഥിതി പ്രവർത്തകരും രാഷ്ട്രീയക്കാരുമാണ് ഇതിന് പിന്നിൽ. മൂന്നാറിന്റെ പരിസ്ഥിതി പ്രത്യേകതകൾ പരിഗണിച്ച് അത് സംരക്ഷിക്കുന്ന തരത്തിലുള്ള നടപടികൾ അനിവാര്യമാണ്. കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കർശന നിയന്ത്രണമുണ്ടാവണം. എന്നാൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ ഏകപക്ഷീയമായി ഉത്തരവുകൾ ഇറക്കിയാൽ മൂന്നാറിലെ ജനജീവിതം ദുസ്സഹമാകും. ടൂറിസം പൂർണ്ണമായും തകരും. കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ് മൂന്നാറിനെയും തുറച്ചുനോക്കുന്നതെന്നും സമിതി നേതാക്കൾ പറഞ്ഞു. മനുഷ്യന്റെ സാധാരണ ജീവിത യാഥാർത്ഥ്യങ്ങളെയോ പ്രശ്നങ്ങളെയോ പരിഗണിക്കാതെ പരിസ്ഥിതിവാദം മാത്രം ഉയർത്തുന്ന കുറേ ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. പ്രതികൂലമായ ഒരു വിധി ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ടാണ് ഈ വിഷയം ഗൗരവമായി സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. മൂന്നാറിലെ ടൂറിസം തകർക്കുന്നതിന് പ്രവർത്തിക്കുന്ന അന്യസംസ്ഥാന ലോബിയുടെ ചരടുവലികൾ ഇതിന് പിന്നിലുണ്ട്.
നെടുമ്പാശ്ശേരി കൊടൈക്കനാൽ റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്തുന്നതിനാണ് വട്ടവട പോലെയുള്ള മേഖലകളിലെ തീവ്ര ജനവാസ മേഖലകളെ ഉൾപ്പെടുത്തി കുറിഞ്ഞി സാങ്ച്വറി പ്രഖ്യാപിച്ചത്. നിവേദിത പി ഹരന്റെയും മറ്റും റിപ്പോർട്ടുകൾ ഹിയറിംഗോ കൂടിയാലോചനകളോ ഇല്ലാതെ തികച്ചും വ്യക്തിതാൽപര്യങ്ങളോടെ ഉണ്ടാക്കിയതാണെന്നും നിയമപരമായി നിലനിൽക്കാത്തതാണെന്നുമുള്ള സർക്കാർ നിലപാട് കൃത്യമായി ഹരിത ട്രിബ്യൂണലിനെ അറിയിക്കണം. സർക്കാരും കളക്ടറും സബ് കളക്ടറും സമർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ഒരുപോലെയുള്ളവയും സർക്കാർ നയത്തിന് അനുസരിച്ചായിരിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധ വേണമെന്നും നേതാക്കൾ പറഞ്ഞു. ഈ കേസിൽ കർഷകരുടെയും പ്രദേശവാസികളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ആവശ്യമെങ്കിൽ സമിതി കക്ഷി ചേരുമെന്നും ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ, രക്ഷാധികാരികളായ ആർ മണിക്കുട്ടൻ, സി കെ മോഹനൻ, മൌലവി മുഹമ്മദ് റഫീഖ് അൽ കൌസരി, കെ കെ ദേവസ്യ, സമിതി നേതാക്കളായ സാബു ബ്ലാത്തോട്ടാനി, നൈസ് പാറപ്പുറത്ത് എന്നിവർ പറഞ്ഞു. രാജ്യത്തെ കർഷകരുടെ വളർച്ചയ്ക്കായി കേന്ദ്ര സർക്കാർ യാതൊന്നും ചെയ്യുന്നില്ലെന്ന് ES ബിജിമോൾ MLA. CPIയുടെ നേതൃത്വത്തിൽ കുമളിയിൽ നടന്ന സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. രാജ്യത്തെ സാധാരണക്കാരായ കർഷകർ നേരിടുന്ന യാതനകൾക്കും ദുരിതങ്ങൾക്കുമെതിരെ കർഷക സമൂഹം നടത്തിവരുന്ന സമരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് CPI ദേശീയ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് CPI പീരുമേട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമളിയിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നിലപാടുകൾ രാജ്യത്തെ കർഷകരെ ദുരിതത്തിലാക്കുകയാണെന്ന് ES ബിജിമോൾ MLA പറഞ്ഞു. അന്താരാഷ്ട്ര ലോബികളുടെ നിയന്ത്രണത്തിൽ നിന്നും അവരെ മാർക്കറ്റിൽ നിയന്ത്രിക്കുന്നതിൽ നിന്നും കൃഷിക്കാരെ മോചിപ്പിച്ച് ഇത്തരം കാര്യങ്ങളിൽ വില നിർണ്ണയിക്കുന്നതിൽ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിൽ ഒക്കെ നമ്മുടെ കൃഷിക്കാരോടൊപ്പം നിൽക്കണമെന്ന് പറയുന്ന നിലപാടിനോട് അത്തരം ഡിമാൻഡുകൾക്ക് വേണ്ടത്ര ശക്തി ലഭിക്കാറില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ നേരിടുന്ന ഗൌരവതരമായ പ്രശ്നം. സായാഹ്ന ധർണയിൽ PN മോഹനൻ അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ CPI ലോക്കൽ സെക്രട്ടറി ബാബുക്കുട്ടി, CPI മണ്ഡലം സെക്രട്ടറി S ചന്ദ്രശേഖരൻ, CPI നേതാക്കളായ TK സഹദേവൻ, യേശുദാസ്, KG ഗോപി, VR ബാലകൃഷ്ണൻ, തോമസ് ആന്റണി, രാജമ്മ തമ്പക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. റേഷൻ കടകൾ വഴി സർക്കാർ വിതരണം ചെയ്യുന്നത് ഉപയോഗശൂന്യമായ ഗോതമ്പാണെന്ന് പരാതി. ചെള്ളും മണ്ണും നിറഞ്ഞ ഗോതമ്പാണ് ആഴ്ചകളായി റേഷൻ കടകളിൽ എത്തുന്നത്. ആഴ്ചകളായി കല്ലും മണ്ണും ചെള്ളും വണ്ടുമെല്ലാം നിറഞ്ഞ ഗോതമ്പാണ് റേഷൻ കടകളിൽ എത്തുന്നത്. ഗോതമ്പ് ചാക്ക് പൊട്ടിച്ച് കടയിൽ വെക്കുമ്പോൾ ചെള്ളും വണ്ടും അരിയിലും മറ്റു സാധനങ്ങളിലും കയറി അതും ഉപയോഗശൂന്യമാകുന്ന അവസ്ഥയാണ്. ഇന്ന് റേഷൻ കടയിൽ നിന്ന് സാധനം വാങ്ങിയ ഉപഭോക്താക്കൾക്ക് ഉപയോഗശൂന്യമായ അരിയാണ് ലഭിച്ചത്. കാഞ്ചിയാർ ലബ്ബക്കടയിൽ നിന്ന് വാങ്ങിയ ഗോതമ്പിൽ അമിതമായി കല്ലും ചെള്ളും വണ്ടും കണ്ടതോടെയാണ് നാട്ടുകാർ പരാതിയുമായി എത്തിയത്. മിക്ക റേഷൻ കടകളിലും ഇതേ രീതിയിലുള്ള സാധനങ്ങളാണ് വിതരണത്തിന് എത്തിച്ചിരിക്കുന്നത്. 7 കിലോ ഗോതമ്പ് എടുത്തു. ആ ഗോതമ്പിനകത്ത് മൊത്തം ചെള്ളായിരുന്നു. രണ്ടാമത് ഞാൻ റേഷൻ കടയിൽ കൊണ്ടുവന്നു. അപ്പോൾ സർക്കാർ വരുന്നതാ ഇത് നിങ്ങൾ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് റേഷൻ കടക്കാർക്ക് റേഷൻ കടയോട് നമുക്ക് യാതൊരു പിണക്കവുമില്ല. പക്ഷേ സർക്കാർ തരുന്ന സാധനങ്ങൾ നമുക്ക് നല്ല സാധനം കിട്ടണം എന്നുള്ള ഉദ്ദേശമുള്ളൂ നമുക്ക്. സർക്കാർ നേരിട്ടാണ് സാധനങ്ങൾ കടകളിൽ എത്തിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കിയതോടെ ഓരോ മാസവും വിതരണം ചെയ്യുന്ന സാധനങ്ങൾ ഒരു മാസം മുമ്പ് കട്ടപ്പന വെയർഹൌസിലെത്തിക്കും. ഇവിടെ നിന്ന് 15 ദിവസത്തിനകം കടകളിലേക്ക് കൊണ്ടുവരും. ഒരു മാസം ഇത് കടകളിൽ സൂക്ഷിച്ച ശേഷമാണ് വിതരണം ചെയ്യുന്നത്. സാധനങ്ങൾ വരുമ്പോൾ തന്നെ ഇതിൽ വണ്ടും ചെള്ളുമെല്ലാം ഉണ്ടാകും. ഇങ്ങനെ ഉപയോഗശൂന്യമാകുന്ന സാധനങ്ങളാണ് ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യാൻ റേഷൻ കട ഉടമകൾ നിർബന്ധിതരാവുന്നത്. എല്ലാ ചാക്കിലും ചെള്ളും വണ്ടുമുള്ളതിനാൽ സാധനം മാറ്റി നൽകാനും കഴിയില്ല. മോശമായ സാധനങ്ങൾ സർക്കാരാണ് നൽകുന്നതെങ്കിലും ഉപഭോക്താക്കൾ കടയുടമയോടാണ് വഴക്കിടുന്നത്. റേഷൻ കടകളിൽ നിന്ന് മാത്രം സാധനങ്ങൾ വാങ്ങി ഉപജീവനം നടത്തുന്ന ഉപഭോക്താക്കൾക്ക് ഉപയോഗശൂന്യമായ സാധനങ്ങൾ ഉപയോഗിച്ച് വിശപ്പകറ്റേണ്ട ഗതികേടിലാണ് ഇപ്പോൾ. കട്ടപ്പന നഗരസഭാ പരിധിയിലെ 1206 ഭവനരഹിതർക്ക് 42 കോടി രൂപ വിതരണം ചെയ്യുന്ന ചടങ്ങ് നാളെ നടക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന നഗരസഭാ പ്രദേശത്തെ 1206 ഭവനരഹിതർക്ക് കേന്ദ്ര സംസ്ഥാന ആവിഷ്കൃത പദ്ധതിയായ PMAY പ്രകാരം 42 കോടി രൂപയുടെ ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനവും കുടുംബശ്രീ റിവോൾവിംഗ് ഫണ്ട് വിതരണവും പ്ലാസ്റ്റിക് ഷെഡിംഗ് യൂണിറ്റ് ഉദ്ഘാടനവുമാണ് നാളെ വൈകിട്ട് 5:30 നടക്കുന്നത്. കട്ടപ്പന നഗരസഭ ന്യൂ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചടങ്ങ് നടക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ലൈഫ് മിഷന്റെ സഹായത്തോടെ അടുത്ത 2 വർഷങ്ങളിലായി കട്ടപ്പന നഗരസഭയെ എല്ലാവർക്കും ഭവനം സ്വന്തമായുള്ള നഗരസഭയായി മാറ്റുന്നതിനും നഗരസഭയെ പ്ലാസ്റ്റിക് രഹിത നഗരമാക്കുന്നതിനുമാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. മൊത്തത്തിലുള്ള തുക 3 കോടിയിൽ അധികം വരും. അതിൽ ഗുണഭോക്താക്കളുടെ വിഹിതമുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് വിഹിതമുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് വിഹിതമുണ്ട്. ഈ 3-4 ഏജൻസികൾ ചേർന്ന് മുനിസിപ്പാലിറ്റിയുടെ വിഹിതം 50,000 രൂപയുണ്ട്. അങ്ങനെ മൊത്തം വീടുകൾക്കുള്ള മുനിസിപ്പാലിറ്റിയുടെ വിഹിതമായ 50,000 രൂപ ഒരു വീടിൽ വെച്ച് നമ്മൾ 113 വീടിനടുത്തുള്ള തുകയാണ് 69 ലക്ഷം രൂപ നമ്മൾ ഈ വർഷം ചെലവഴിക്കുന്നത്. അപ്പോൾ ഒരു വലിയ സംഭവമാണ്. ഈ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഭവനരഹിതരായ ഒട്ടനവധി ആളുകൾ ഉണ്ട്. നമുക്കത് അറിയാവുന്ന കാര്യമാണ്. അവരുടെ സർവേ നമ്മൾ നടത്തി വെച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് ലൈഫ് പദ്ധതി പുറകെ വരുന്നുണ്ട്. ലൈഫ് പദ്ധതി വരുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം നമ്മുടെ മുനിസിപ്പാലിറ്റി ആയതിന്റെ പേര് മാത്രമാണ് നമുക്ക് PMAY കിട്ടിയത്. പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന എന്നാണ് പദ്ധതിയുടെ പേര്. ഇടുക്കി MLA റോഷി അഗസ്റ്റൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഇടുക്കി MP അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തും. കട്ടപ്പന നഗരസഭാ വൈസ് ചെയർപേഴ്സൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിൽ അംഗങ്ങൾ,
വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. സർക്കാർ ഉത്തരവുകൾ കാറ്റിൽ പറത്തി അനധികൃത നിർമ്മാണം തുടരുന്നു. പൂപ്പാറ വില്ലേജിലെ ശാന്തൻപാറ പഞ്ചായത്തിലാണ് CHR ഭൂമിയിൽ നിർമ്മാണം തകൃതിയായി നടക്കുന്നത്. പൂപ്പാറ വില്ലേജിലെ ശാന്തൻപാറ പഞ്ചായത്തിൽ സർവേ നമ്പർ 27/1-ൽപ്പെട്ട ജെയ്സൺ തോമസ് എന്ന സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഏലപ്പട്ടൈ ഭൂമിയിലാണ് നിരവധി മരങ്ങളടക്കം മുറിച്ചുമാറ്റി 4000-ലധികം സ്ക്വയർ ഫീറ്റിൽ വമ്പൻ കെട്ടിടം കെട്ടി ഉയർത്തുന്നത്. അനുമതിയില്ലാതെ കെട്ടിടം നിർമ്മിക്കുന്നതായി കണ്ടതിനെ തുടർന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും മെയ് മാസം 23-ാം തീയതി വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തു. തുടർന്നും നിർമ്മാണം നടക്കുന്നു എന്ന് കാണിച്ച് വില്ലേജ് അധികൃതർ ശാന്തൻപാറ പോലീസിൽ പരാതി നൽകുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ജൂൺ 21-ന് ഇയാൾക്കെതിരെ ശാന്തൻപാറ പോലീസ് 462 ക്രൈം നമ്പറിൽ 188 IPC പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷവും നിർമ്മാണം നടക്കുന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ നടപടി സ്വീകരിക്കുമെന്ന് ഉടുമ്പൻചോല തഹസിൽദാർ പറയുകയും ചെയ്തിരുന്നു. ഈ പൂപ്പാറ വില്ലേജ് അനധികൃതമായിട്ട് ഒരു CHRൽ നിർമ്മാണം നടക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വന്നിരുന്നു. റവന്യൂ വകുപ്പിന് മുമ്പോട്ടുള്ള ഒരു നടപടി എന്തായിരിക്കും? അത് അന്വേഷണം നടത്തിയിട്ട് അതിന്റെ മേലിൽ എന്താ നടപടി വെച്ച് കഴിഞ്ഞാൽ സ്വീകരിക്കുന്നതായിരിക്കും. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും. എന്നാൽ നടപടിയെടുക്കുമെന്ന തഹസിൽദാരുടെ പ്രഖ്യാപനം കഴിഞ്ഞ ആഴ്ചകൾ പിന്നിട്ടിട്ടും റവന്യൂ അധികൃതർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. സ്റ്റോപ്പ് മെമ്മോയും പോലീസ് കേസും നിലനിൽക്കുന്ന കെട്ടിടം വീണ്ടും നിർമ്മാണം തുടരുന്നത് ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദത്തോടെയാണെന്നതിന്റെ തെളിവ് കൂടിയാണിത്. എതിരാളികളെ ഫലിതം കൊണ്ട് നേരിടുന്ന നേതാവായിരുന്നു ഉഴവൂർ വിജയൻ എന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി M.M. മണി. ചെറുതോണിയിൽ ഉഴവൂർ വിജയൻ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുമുന്നണിക്ക് ശക്തി പകരുവാൻ കേരളത്തിലുടനീളം ഹാസ്യത്രിപേണ പ്രസംഗം നടത്തി അണികളെ ആവേശം കൊള്ളിച്ച നേതാവായിരുന്നു ഉഴവൂർ വിജയൻ. ശത്രുക്കളെ പോലും ഫലിതം കൊണ്ട് നേരിട്ട നേതാവിന്റെ വിയോഗം രാഷ്ട്രീയ കേരളത്തിന് തീരാ നഷ്ടമാണെന്നും M.M. മണി പറഞ്ഞു. എത്ര നൂറുകണക്കിന് സമ്മേളനങ്ങളിലാണ് അദ്ദേഹം പങ്കെടുക്കുക, പ്രസംഗിക്കുക. അത്രയധികം ജനങ്ങളെ ആകർഷിക്കുന്ന നിലയിൽ ഫലിതത്തോടുകൂടി പ്രസംഗിക്കാൻ, എതിരാളികളെ ഫലിതം കൊണ്ട് നേരിടാൻ കഴിയുന്ന ഒരു വാക്കാവായിരുന്നു ശ്രീ ഉഴവൂർ വിജയൻ എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ചും ഓർമ്മിക്കുക. ചെറുതോണിയിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ NCP ജില്ലാ പ്രസിഡന്റ് അനിൽ കൂവപ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി സംഘടനാ നേതാക്കളായ MD അർജുനൻ, റോമിയോ സെബാസ്റ്റ്യൻ, സിജി ചാക്കോ, സണ്ണി ഇല്ലിക്കൽ, വർഗീസ് വെട്ടിയാങ്കൽ, MJ മാത്യു, വിനു P. തോമസ്, CM അസീസ്, സാജൻ കുന്നേൽ, സിബി മൈക്കിൾ, KHM യൂസഫ് മൗലവി, സിനോജ് വള്ളാടി, സുരേഷ് തുടങ്ങിയവർ അനുശോചന സന്ദേശം നൽകി. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയിൽ സംസ്ഥാന തലത്തിൽ 1ാം സമ്മാനമായ 1 കോടി രൂപ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് CDSന് ലഭിച്ചു. കഞ്ഞിക്കുഴിയിൽ നടന്ന ചടങ്ങിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി M.M. മണി 1 കോടി രൂപയുടെ ചെക്ക് CDS അംഗങ്ങൾക്ക് കൈമാറി. 2015-ൽ ദൂരദർശനും കുടുംബശ്രീയും സംയുക്തമായി നടത്തിയ ഇനി ഞങ്ങൾ പറയാം എന്ന സോഷ്യൽ റിയാലിറ്റി ഷോയുടെ സംസ്ഥാനതല മത്സരത്തിൽ ഏറ്റവും മികച്ച CDS ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്ത് CDSനും മികച്ച ആശയത്തിനുള്ള പുരസ്കാരം നേടിയ വാത്തിക്കുടി CDSനുമുള്ള സമ്മാനത്തുക വിതരണം ചെയ്തു. ഇതോടൊപ്പം വിവിധ കുടുംബശ്രീ പദ്ധതികളുടെ ഉദ്ഘാടനവും വൈദ്യുതി വകുപ്പ് മന്ത്രി M.M. മണി നിർവഹിച്ചു. ഈ മഹത്തായ കാര്യത്തിൽ സംസ്ഥാനത്തെ എല്ലാ CDSകളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് 1 കോടി രൂപ നേടിയ കഞ്ഞിക്കുഴി CDSനെയും അതേപോലെ വാത്തിക്കുടി CDSനെയും അഭിനന്ദിക്കാൻ, കേരള ഗവൺമെന്റിന് വേണ്ടി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയട്ടെ, കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയണം. 2015-ൽ നടന്ന റിയാലിറ്റി ഷോയിൽ 1ാം സമ്മാനമായ 1 കോടി രൂപയാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് സ്വന്തമാക്കിയത്. ചടങ്ങിൽ ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് ലെവൽ കൌൺസിലിംഗ് സെന്ററുകളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ പൌലോസും, ഗ്രീൻ ബൈറ്റ്സ് പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആഗസ്തി അഴകത്തും, ME പ്രദർശന വിപണനമേളയുടെ ഉദ്ഘാടനം കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ST അഗസ്റ്റിനും നിർവഹിച്ചു. കോർപ്പ് ഫണ്ട് വിതരണത്തിന്റെ ഉദ്ഘാടനം വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാജുവും, ഇവന്റ് മാനേജ്മെന്റ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം വിഷ്ണു K. ചന്ദ്രനും നിർവഹിച്ചു. ചടങ്ങിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ ജയൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ പൊന്നമ്മ കുട്ടപ്പൻ, വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി ജോസ്, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ സബൂറ ബിവി തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു.
അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ കന്നുകാലി കർഷകർക്ക് സബ്സിഡി നിഷേധിച്ചതായി പരാതി. അയ്യപ്പൻകോവിൽ ക്ഷീര സഹകരണ സംഘം യൂണിയൻ ബാങ്ക് മുഖാന്തരം കന്നുകാലികളെ വാങ്ങാൻ തരപ്പെടുത്തിയ വായ്പാ തുകയുടെ സബ്സിഡി തുകയാണ് കർഷകർക്ക് നിഷേധിച്ചത്. 2012-2013 വർഷത്തിലാണ് അയ്യപ്പൻകോവിൽ ക്ഷീര സഹകരണ സംഘം യൂണിയൻ മുഖാന്തരം കർഷകർക്ക് ലോൺ നൽകുന്ന പദ്ധതി ആവിഷ്കരിച്ചത്. ആദ്യം 15 പേരെയാണ് ഗുണഭോക്താക്കളായി തിരഞ്ഞെടുത്തത്. നബാർഡിന്റെ സബ്സിഡിയോടുകൂടി ഒരു കുടുംബത്തിന് 2 പശുക്കളെ വാങ്ങാൻ 1 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. 25,000 രൂപയാണ് സബ്സിഡി തുകയായി നബാർഡ് നൽകുമെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഒരാൾക്ക് പോലും സബ്സിഡി ലഭിച്ചില്ല. 2013-2014 വർഷത്തിൽ 17 പേർക്ക് കൂടി ഇതേ രീതിയിൽ ലോൺ അനുവദിച്ചിരുന്നു. ഇവർക്കും സബ്സിഡി ലഭിച്ചില്ല. ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിൽ ഇതുവരെയായിട്ടും ബാങ്കിൽ ലോൺ സബ്സിഡി തുക വന്നിട്ടില്ല. അപ്പം ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അത് ഇവിടുന്ന് പേപ്പറെല്ലാം പോയിട്ടുണ്ട്, അത് അവരുടെ കയ്യിലെ കുഴപ്പമല്ലെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഇതിന്റെ പ്രാഥമിക ചെലവായ 2 വർഷം ഇൻഷുർ ചെയ്തതിന് 5,000 രൂപ അടുത്ത ചെലവുണ്ട്. അതോടെ തന്നെ പിന്നെ നമുക്ക് ഇതിന് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തതിലും കുറച്ച് 10,000 രൂപ അടുത്ത് എല്ലാം കൂടെ ചെലവ് വന്നിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ലോൺ അടയ്ക്കുന്ന വ്യക്തിയാണ്. ഇവിടെ ഇപ്പം ഈ സത്യസന്ധമായിട്ട് അടയ്ക്കാത്ത വ്യക്തിയുടെ വരെ ലോൺ ഒക്കെ എഴുതി തള്ളി പശുവിൻ്റെ അടുത്ത് ലോണ്. പക്ഷെ നമ്മുടെ സത്യസന്ധമായിട്ട് അടച്ച ആൾക്കാർക്ക് യാതൊരു ആനുകൂല്യവും ലഭിച്ചില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. 14% പലിശയോടെയാണ് വായ്പ അനുവദിച്ചത്. കുടിശ്ശിക വരുത്താതെ ആദ്യം വായ്പ എടുത്തവർ 1 ലക്ഷം രൂപയും പലിശയും അടച്ചു കഴിഞ്ഞു. എന്നാൽ ഇതുവരെയും സബ്സിഡി തുക നൽകാൻ നടപടിയായില്ല. ബാങ്ക് ഫീൽഡ് ഓഫീസർ സബ്സിഡി തുകയ്ക്കുള്ള പേപ്പർ നബാർഡിന് കൈമാറാതിരുന്നതാണ് സബ്സിഡി ലഭിക്കാതിരിക്കാൻ കാരണമെന്നാണ് ക്ഷീര സഹകരണ സംഘം അധികൃതർ പറയുന്നത്. പേപ്പേഴ്സ് ഈ എടുത്തിരിക്കുന്ന പല കർഷകരും ഉണ്ട്. അവിടുന്ന് ഒരു 15-16 പേരുടെ ഒരു ലോൺ ഒന്നിച്ച് എല്ലാവരും കൂടെ നബാർഡിലേക്ക് വിടുകയും നബാർഡിന്റെ സ്കീം പ്രകാരമാണ് ഈ സബ്സിഡി വരുന്നതെന്നാണ് അറിയിച്ചത്. അന്നിരുന്ന മാനേജർക്ക് ഈ പേപ്പർ അയക്കാൻ സാധിച്ചില്ലെന്നാണ് അന്വേഷണത്തിൽ അന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അറിഞ്ഞത്. പക്ഷേ കൃത്യമായും അടച്ച ആൾക്കാരുടെ ഈ പൈസ പിന്നീട് ലോൺ സബ്സിഡി പൈസ വരികയായിട്ട് ചെയ്തിട്ടില്ല. പാൽ വിറ്റ് വായ്പ തിരിച്ചടക്കാൻ കർഷകർക്ക് കഴിയില്ല. പാലിന്റെ വിലക്കുറവും കാലിത്തീറ്റയുടെ വിലക്കയറ്റവും കാരണം കന്നുകാലി കൃഷി തന്നെ നഷ്ടത്തിലായിരിക്കുകയാണ്. അപ്പോഴാണ് സബ്സിഡി നൽകാതെ ലോൺ കുടിശ്ശികയായവർക്ക് ബാങ്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. കടം കൊണ്ട് പൊറുതിമുട്ടിയ കർഷകർക്ക് സബ്സിഡി നൽകാതെ ബാങ്ക് ചതിക്കുകയായിരുന്നുവെന്നാണ് ക്ഷീര കർഷകർ പറയുന്നത്. അടിയന്തരമായി വായ്പ എടുത്ത സമയത്ത് ബാങ്ക് അറിയിച്ച സബ്സിഡി തുക നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. പൊതുവിദ്യാഭ്യാസ സൗകര്യം അട്ടിമറിച്ച് വാഴത്തോപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർക്ക് കൂട്ട സ്ഥലം മാറ്റം. ഏകഭാഷാ അധ്യാപകർ ഉൾപ്പെടെയുള്ളവരെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി വിഭാഗങ്ങളിലെ ഏകാധ്യാപകരെ ഉൾപ്പെടെ 3 പേരെ സ്ഥലം മാറ്റിയതോടുകൂടി കുട്ടികളുടെ പഠനം വഴിമുട്ടി. ഞങ്ങൾക്ക് ഇനി ഓണപ്പരീക്ഷ വരെയാണ്. ഇനി സാറ് മാറി വേറൊരു സാറ് വരുമ്പോഴത്തേനും ഒത്തിരി താമസിക്കും. അപ്പത്തേനും ഞങ്ങൾക്ക് പരീക്ഷയ്ക്കായിട്ടുള്ള നോട്ട് അങ്ങനെയുള്ള സാധനമൊക്കെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ സാറ് തന്നെ വേണം. സ്കൂളിലെ NCCയുടെ ചുമതല വഹിച്ചിരുന്ന അധ്യാപകൻ കൂടിയായിരുന്നു ഇംഗ്ലീഷ് ഭാഷാ അധ്യാപകൻ. ഇദ്ദേഹത്തെ സ്ഥലം മാറ്റിയതോടുകൂടി യൂണിറ്റിന്റെ പ്രവർത്തനവും നിലയ്ക്കും. ഇംഗ്ലീഷിന്റെ അധ്യാപകൻ എന്നുള്ളതിലുപരി ഇവിടെ NCCയുടെ പ്രധാനപ്പെട്ട സാറുമാണ്. അദ്ദേഹം പോയി കഴിഞ്ഞാൽ NCCയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേറൊരു അധ്യാപകർ സ്കൂളിലില്ല. കാരണം 40 വയസ്സിന് മുകളിലുള്ളവർക്ക് NCC പരിശീലനം സാധ്യമല്ല. ഇക്കാരണത്താൽ ഇവിടെ മറ്റ് അധ്യാപകർക്ക് പരിശീലനം നൽകുവാൻ കഴിയാത്തതാണ് യൂണിറ്റിന്റെ പ്രവർത്തനം നിലയ്ക്കുവാൻ കാരണം. പെട്ടെന്നുണ്ടായ ഒരു മാറ്റത്തിന്റെ പേരിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കണം എന്ന് പറയുന്ന സർക്കാർ തന്നെ പൊതുവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് കുട്ടികളുടെ എണ്ണം കുറയുന്നതിന് കാരണം തന്നെ ഇത് വലിയൊരു പ്രശ്നമാണ്. 3 ഡിവിഷനുകൾ ഉണ്ടെങ്കിൽ അതിലൊന്ന് ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കണമെന്നാണ് പൊതുവിദ്യാഭ്യാസ മാനദണ്ഡം. എന്നാൽ 4 ഡിവിഷനുകളുള്ള ഇവിടെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷാ പഠനത്തിന് ഓരോ അധ്യാപകരാണുള്ളത്. കൂടാതെ ബയോളജി അധ്യാപകനെയും സ്ഥലം മാറ്റിയതോടുകൂടി കണക്ക് അധ്യാപകൻ ഹിന്ദിയും സയൻസ് അധ്യാപകൻ ഇംഗ്ലീഷും പഠിപ്പിക്കേണ്ട ഗതികേടിലാണ്. 3 ഭാഷാ അധ്യാപകരെയാണ് ഇവിടുന്ന് ഇപ്പോൾ സ്ഥലം മാറ്റാനുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. A+ പ്രതീക്ഷിക്കുന്ന ഒരു ഒട്ടനവധി കുട്ടികൾ മറ്റു പല സ്കൂളുകളിൽ നിന്നും ഈ സ്കൂളിലേക്ക് ഗിരിജ്യോതി അതുപോലെ KE എവിടെ നിന്നെല്ലാം വന്ന കുട്ടികൾ A+ പ്രതീക്ഷിക്കുന്ന കുട്ടികളുടെ ഭാവിയുടെ മേലൊരു കരിനിഴലാണ് ഈ സംഭവത്തോടുകൂടി ഉണ്ടാവുക. ഇത് സ്വകാര്യ സ്കൂളുകളെ സംരക്ഷിക്കുവാനാണെന്ന വാദവുമായി ഒരു വിഭാഗം രക്ഷിതാക്കൾ രംഗത്ത് വന്നു. PTA എക്സിക്യൂട്ടീവ് അംഗം ബിജു തടത്തലിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് കോടതിയെ സമീപിക്കുവാനും തീരുമാനിച്ചു. ജോയിന്റ് കൌൺസിൽ കട്ടപ്പന മേഖലാ സമ്മേളനം കട്ടപ്പനയിൽ നടന്നു. ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് OK അനിൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന AITUC ഹാളിൽ വെച്ചാണ് ജോയിന്റ് കൌൺസിൽ മേഖലാ സമ്മേളനം നടന്നത്. പതാക ഉയർത്തലോടെ സമ്മേളനത്തിന് തുടക്കമായി. രക്തസാക്ഷി പ്രമേയവും അനുശോചന പ്രമേയവും വനിതാ കൺവീനർ TT ബീന അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് PK ഷാജിമോൻ അധ്യക്ഷനായിരുന്നു. CPI മണ്ഡലം സെക്രട്ടറി VR ശശി മുഖ്യപ്രഭാഷണം നടത്തി. ഗവൺമെന്റ് ഏത് എന്ന് നോക്കിയല്ല, അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ, അവകാശങ്ങൾ നേടി തരുന്നതിൽ നേതൃത്വപരമായി പങ്കുവയ്ക്കുന്ന സംഘടന ഏതാണോ അതാണ്
ജീവനക്കാർ കണ്ടെത്തുന്നത്. അങ്ങനെ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ജോയിന്റ് കൌൺസിൽ നിങ്ങളെല്ലാം അംഗങ്ങളായിട്ടുള്ളത്. മേഖലാ സെക്രട്ടറി മനോജ് ജോസഫ് പ്രവർത്തന റിപ്പോർട്ടും മേഖലാ ഖജാൻജി ഷെഫീഖ് റഹ്മാൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി KS രാഗേഷ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സജി ജോസഫ്, സേവ്യർ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് ചർച്ച, മറുപടി പ്രസംഗം, പ്രമേയങ്ങൾ, ഭാരവാഹി തെരഞ്ഞെടുപ്പ് എന്നിവയും നടന്നു. ഇടുക്കി ജില്ലയിൽ അടിക്കടിയുണ്ടാകുന്ന ഹർത്താലുകൾക്കെതിരെ വ്യാപാരികൾ രംഗത്ത്. ജനകീയ പ്രശ്നങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഹർത്താലുകളോട് സഹകരിക്കുമെന്നും വ്യാപാരികൾ പറഞ്ഞു. സംസ്ഥാനത്ത് 206 ദിവസത്തിനുള്ളിൽ നടന്ന 87 ഹർത്താലുകളാണ്. ഓരോ ഹർത്താലുകളിലും 10,000ങ്ങളുടെ നാശനഷ്ടമാണ് വ്യാപാരികൾക്കുണ്ടാകുന്നത്. എന്നാൽ ഹർത്താലുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തീരുമാനം. ജനകീയ പ്രശ്നങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഹർത്താലുകളിൽ സഹകരിക്കാനും വ്യാപാരികൾ തീരുമാനിച്ചു. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് അടിക്കടി ഉണ്ടാകുന്ന ഹർത്താലുകൾ മൂലം വ്യാപാര മേഖലയ്ക്ക് വൻ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഈ നഷ്ടം നികത്താനായിട്ട് ഗവൺമെന്റോ പൊതുജനങ്ങളോ ആരും തയ്യാറാകുന്നില്ല. ജനകീയ പ്രശ്നങ്ങളിൽ പൊതുധാരണപ്രകാരമല്ലാതെ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്ന ഹർത്താലുമായി സഹകരിക്കുന്നില്ല. അത് മുൻ തീരുമാനം അതിപ്രാവശ്യം നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് പൊതുജനങ്ങളുടെയും മറ്റുള്ള എല്ലാ വിഭാഗം ആളുകളുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ പൊതുജനങ്ങളെയും വ്യാപാരികളെയും ബന്ദിയാക്കാൻ അനുവദിക്കില്ലെന്നും പൊതുധാരണപ്രകാരമല്ലാതെ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്ന ഹർത്താലുകളിൽ സഹകരിക്കില്ലെന്നും വ്യാപാരികൾ അറിയിച്ചു. മേരികുളം തോണിത്തടിയിൽ ജനങ്ങൾക്ക് ഭീഷണിയായി 2 വാഗമരങ്ങൾ. ഏതു സമയവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനും 11 kV ലൈനിനും സമീപത്തായി വാഗമരങ്ങൾ നിൽക്കുന്നത്. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ മേരികുളം തോണിത്തടിയിൽ ജനങ്ങൾക്ക് ഭീഷണിയായി 2 വാഗമരങ്ങൾ നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. നൂറുകണക്കിന് വാഹനങ്ങളും കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന റോഡരികിലാണ് മരം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ വാഗമരത്തിന്. മരത്തിന്റെ മധ്യഭാഗം കേടായി വെള്ളം ഒലിച്ചിറക്കുന്ന അവസ്ഥയിലാണ് മരങ്ങൾ നിൽക്കുന്നത്. മരത്തിന് തൊട്ടടുത്തായി ബസ് കാത്തിരിപ്പ് കേന്ദ്രവും എതിർവശത്തായി 11 kV ലൈനും നിൽക്കുന്നത് കൂടുതൽ അപകട ഭീഷണി ഉയർത്തുകയാണ്. മരത്തിന് സമീപത്തുള്ള ഗുരുമന്ദിരത്തിലേക്കും PSC കോച്ചിംഗ് സെന്ററിലേക്കുമടക്കം നൂറുകണക്കിന് ആളുകളാണ് ദിനംപ്രതി കടന്നുപോകുന്നത്. ഗുരുദേവ ക്ഷേത്രവും അവിടെ ബാലവേദി ക്ലാസുകൾ ഉൾപ്പെടെയുള്ള ക്ലാസുകൾ നടക്കുന്നുണ്ട്. അത് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ പിള്ളേർ വരുന്നു. പിന്നെ ഇതിൽ ഒരു 11 kV ലൈന്, പിന്നെ LT ലൈന്, ഇതെല്ലാം കടന്നു പോകുന്നു. പിന്നെ നൂറുകണക്കിന് വാഹനങ്ങളും കടന്നു പോകുന്ന ഒരു മേഖലയാണ്. ഈ മരം തുടർച്ചയായി അപകട ഭീഷണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇതാണ്. മരത്തിന് സമീപത്തായുള്ളവർ വീടുകളിൽ കഴിയുന്നത് പ്രാണഭയത്തോടെയാണ്. 3 മാസം മുമ്പ് മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂര തകർന്നിരുന്നു. മരത്തിന്റെ അപകട ഭീഷണി കാണിച്ച് പഞ്ചായത്തിലും വനംവകുപ്പിനും പൊതുമരാമത്തിനും കളക്ടർക്കും നിരവധി തവണ പരാതിയും നൽകി. എന്നാൽ നാളിതുവരെ ഒരുവിധ നടപടിയും ഉണ്ടായില്ല. അടിയന്തരമായി മരങ്ങൾ വെട്ടിമാറ്റി അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അനധികൃതമായി നടന്നുവരുന്ന പാറമട കൊണ്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടുകയാണ് ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ. അന്യാർതുളു അല്ലിയാറിലെ ജനങ്ങളാണ് വർഷങ്ങളായി ഭീതിയുടെ നിഴലിൽ കഴിയുന്നത്. കട്ടപ്പന സെഷൻസ് കോടതി പ്രവർത്തനം നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരിക്കുന്ന പാറമടയാണ് യാതൊരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ പ്രവർത്തിക്കുന്നത്. ഉടുമ്പൻചോല താലൂക്കിൽ കരുണാപുരം പഞ്ചായത്തിലാണ് ഈ പാറമട പ്രവർത്തിക്കുന്നത്. 2009 മുതൽ നാട്ടുകാരുടെ എതിർപ്പിനെ വകവയ്ക്കാതെയാണ് പഞ്ചായത്തും താലൂക്ക് അധികാരികളും ഇതിന് അനുമതി നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സമീപത്തുള്ള വീടിന് മുകളിൽ കല്ലുപതിച്ച് ഷീറ്റും തകർന്നു. കട്ടിലിൽ ഉറങ്ങിക്കിടന്ന കുട്ടി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണെന്നും വീട്ടുകാർ പറഞ്ഞു. കട്ടിലെ കിടക്കുമായിരുന്നു. കൊച്ചിനെയും കൊണ്ട് കിടക്കുമായിരുന്നു. അന്നേരം ആ വെടി പൊട്ടിച്ച് കല്ല് വന്ന് വീഴുന്നത്. കല്ല് വന്ന് വീണപ്പോഴേ ഞാൻ പേടിച്ചു പോയി. ഞാൻ തിരിഞ്ഞ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടാൻ നോക്കിയിട്ട് രക്ഷയില്ലായിരുന്നു. അങ്ങനെ തിരിഞ്ഞു വന്ന വഴിക്കാണ് എൻ്റെ കൈ വേദനയ്ക്ക് ഭയങ്കര വേദനയാണ് പറഞ്ഞതുപോലെ. ഞാനൊരു കൂലിപ്പണിക്കാരിയാണ്. നേരം വെളുക്കുമ്പോൾ ഞാനിവിടെ കൂലിപ്പണിക്ക് ഇറങ്ങിപ്പോയേച്ച് വരുമ്പോൾ എൻ്റെ കുഞ്ഞും തള്ളയെ കൂടെ ഇവിടെ ചത്ത് കിടന്നാൽ ഞാൻ എന്നാ ചെയ്യുന്നത്? പാറമടയുടെ ചുറ്റുപാടുമുള്ള വീടുകളുടെ ഭിത്തി വിണ്ടുകീറിയ നിലയിലാണ്. ഏത് സമയവും നിലംപൊത്തുമെന്ന ഭീതിയിലാണ് ഇവർ. പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്, വില്ലേജ് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്, തഹസീൽദാർക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ദേവികുളം RTOയോട് ഞങ്ങളിത് വിളിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം രസീറ്റും ഉണ്ട്. വില്ലേജ് ഓഫീസർ ഇവിടെ വന്ന് നേരിട്ട് വന്ന് അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു വെള്ള പേപ്പറിൽ ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. അദ്ദേഹം വന്ന് ഇവിടെ കണ്ട കാര്യങ്ങളും 5:30 ആണ് അദ്ദേഹം വന്ന് ഈ പാറമട സന്ദർശിക്കുന്നത്. അത് സഹിതം ആ സമയം സഹിതം എഴുതിയിട്ടുണ്ട്. അതിനുശേഷവും ഈ പാറമട പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി നാട്ടുകാരുപയോഗിക്കുന്ന കുടിവെള്ള സ്രോതസ് ഇപ്പോൾ മലിനമാണ്. അനധികൃതമായി നടത്തിവരുന്ന പാറമടയ്ക്കെതിരെ കട്ടപ്പന സെഷൻസ് കോടതിയിൽ നാട്ടുകാർ കേസ് ഫയൽ ചെയ്തു. ഈ കേസിൽ പാറമട അടച്ചിടാൻ ഉത്തരവായെങ്കിലും പാറഖനനം നിർബാധം തുടരുകയാണ്. പരാതികൾ പലയിടങ്ങളിലും കൊടുത്ത് വലഞ്ഞതല്ലാതെ നടപടി ഉണ്ടാകാത്തതിൽ ആശങ്കയിലാണ് അല്ലിയാറിലെ ജനങ്ങൾ. രാജ്യത്തിന്റെ 14ാമത് രാഷ്ട്രപതിയായി രാംനാഥ് കോവിന്ദ് അധികാരമേറ്റു. കുമളിയിൽ BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പരിപാടികൾ സംഘടിപ്പിച്ചു.
രാജ്യത്തിന്റെ 14ാമത് രാഷ്ട്രപതിയായാണ് രാംനാഥ് കോവിന്ദ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിന്റെ ഭാഗമായാണ് ബിജെപി കുമളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. കുമളി 1-ാം മൈൽ ടൌണിൽ മധുരപലഹാരങ്ങളും ബിജെപി പ്രവർത്തകർ വിതരണം ചെയ്തു. ആഘോഷ പരിപാടികൾ ബിജെപി കുമളി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് വള്ളനാട്ട് ഉദ്ഘാടനം ചെയ്തു. ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട അദ്ദേഹം രാജ്യത്തിന്റെ പരമോന്നത അധികാരത്തിൽ എത്തുന്നതിലും രാജ്യത്തിന്റെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരേ നീതി ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് തോമസ് പെരിയാൻ മധുരപലഹാര വിതരണം ഉദ്ഘാടനം ചെയ്തു. ബിജെപി നേതാക്കളായ നിവീൻ, ബാലൻ, ജിഷ്ണു, വിനീത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലാ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ മൂന്നാറിൽ ആരംഭിച്ച ബൊട്ടാണിക് ഗാർഡന്റെ പണികൾ ഇഴഞ്ഞു നീങ്ങുന്നു. 1 വർഷത്തിനുള്ളിൽ ഗാർഡന്റെ പ്രവർത്തനം സജ്ജമാക്കുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനമെങ്കിലും ഇത് പാലിക്കപ്പെട്ടില്ല. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് 4.5 കോടി രൂപ മുടക്കി 2015-ലാണ് ടൂറിസം വകുപ്പ് നിർമ്മാണം ആരംഭിച്ചത്. 2014 നൽകിയ പ്രോജക്ടിന് 2015 അംഗീകാരം ലഭിക്കുകയും ചെയ്തു. പാർക്കിന്റെ ആദ്യഘട്ട നിർമ്മാണങ്ങൾക്കായി 2.5 കോടി രൂപ അനുവദിച്ച് വകുപ്പിന് കൈമാറി. പാർക്കിന്റെ പണികൾ 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കി സന്ദർശകർക്ക് തുറന്നുകൊടുക്കണമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ മെയ് മാസത്തോടെ കാലാവധി അവസാനിച്ചുവെങ്കിലും പണികളൊന്നും പൂർത്തിയാക്കിയിട്ടില്ല. കെട്ടിടങ്ങളുടെ പണികൾ ഇപ്പോഴും ഇഴഞ്ഞു തന്നെയാണ് നീങ്ങുന്നത്. വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുന്ന മൂന്നാറിലെ പാർക്ക് ഉടൻ പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി ജില്ലയിൽ വിവിധ വകുപ്പുകളിലേക്കുള്ള LD ക്ലാർക്ക് പരീക്ഷ 29-ാം തീയതി വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് നടക്കും. ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റും ഒറിജിനൽ തിരിച്ചറിയൽ രേഖകളുമായി 1:30 മുമ്പായി അതാത് കേന്ദ്രങ്ങളിൽ എത്തിച്ചേരണമെന്ന് അധികൃതർ അറിയിച്ചു. സാക്ഷരതാ മിഷൻ ഉദ്ഘാടനവും പാഠപുസ്തക വിതരണവും നാളെ രാവിലെ 10:30 കട്ടപ്പന വ്യാപാര ഭവനിൽ നടക്കും. GMI ഡയറക്ടർ സുരേഷ് പോളിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർമാൻ ജോണി കുളമ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Express your love with golden moments. KG's Jewelry. In association with ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ് അത് എന്നതായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ. ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. ദ ടേസ്റ്റ് ഓഫ് ഗുഡ്നസ്. മൈ കൊച്ചിൻ, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. കൗതുക കാഴ്ചകൾ ഒരുക്കി സഞ്ചാരികളെ കാത്ത് പുന്നയാർകുത്ത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ വട്ടോംപാറയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പുന്നയാർകുത്ത് സഞ്ചാരികൾക്ക് വിസ്മയ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. മഴക്കാലം എത്തിയതോടെ ജലകാഴ്ചകളുടെ നിറച്ചാർത്ത് സമ്മാനിക്കുകയാണ് പൊന്നയാർകുത്ത്. പച്ചപുതച്ച മക്കുവള്ളിയുടെ വനാന്തരങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ പതിക്കുന്നത് പൊന്നയാറിലാണ്. മറ്റ് പ്രമുഖ കുത്തുകളെ അപേക്ഷിച്ച് 100 കണക്കിന് സഞ്ചാരികൾക്ക് ഒരേ സമയം പാറയിൽ ഇരുന്നുകൊണ്ട് തന്നെ പൊന്നയാർകുത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കും. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച പൊന്നയാർകുത്തിൽ നിന്നാൽ പെരിയാറിന്റെ വിദൂര ദൃശ്യങ്ങളും കാണാം. എന്നാൽ അധികം ആരും അറിയപ്പെടാതെ കിടക്കുന്ന പൊന്നയാറിന്റെ വികസനത്തിനായി പഞ്ചായത്ത് അധികൃതരോ ടൂറിസം ഡിപ്പാർട്ട്മെന്റോ യാതൊന്നും ചെയ്യുന്നില്ല. വളരെയധികം ടൂറിസം സാധ്യതകളുള്ള ഒരു പ്രദേശമാണ്. എന്നാൽ യാതൊരുവിധ സഹായങ്ങളും അതിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുകയോ അതിനുള്ള അന്വേഷണങ്ങൾ നടക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ വളരെ അടിയന്തരമായി അത് ചെയ്യേണ്ടതാണ്. മാത്രമല്ല പല കുട്ടികളും പല ആളുകളും അവിടെ വന്ന് കാണുന്നുണ്ട്, നോക്കുന്നുണ്ട്. പക്ഷേ അവിടെ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളോ മറ്റ് ആവശ്യമായ ഇതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകളോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. ആലപ്പുഴ മധുര ദേശീയപാതയുടെ ഭാഗമായ വണ്ണപ്പുറം ചേലച്ചുവട് റോഡിൽ വട്ടോംപാറയിൽ നിന്ന് 200 മീറ്റർ സഞ്ചരിച്ചാൽ പൊന്നയാർകുത്തിൽ എത്താൻ സാധിക്കും. എന്നാൽ പൊന്നയാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി പഞ്ചായത്ത് അധികൃതർ യാതൊരു മുന്നറിയിപ്പ് ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല. വഴുക്കലുള്ള പാറയിൽ ചവിട്ടിയാൽ വൻ അപകടമാണ് പതിയിരിക്കുന്നത്. അധികാരികൾ ഇടപെട്ട് പൊന്നയാർകുത്തിന്റെ വികസനത്തിനായി മുൻകൈ എടുക്കുകയാണെങ്കിൽ ഇടുക്കിയിലെ ഒരു മികച്ച ടൂറിസ്റ്റ് കേന്ദ്രമായി മാറാൻ പൊന്നയാർകുത്തിന് സാധിക്കും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry. കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. In association with ജില്ലയിൽ ആദ്യമായി മൈ കൊച്ചിൻ അവതരിപ്പിക്കുന്നു ലൈവ് ഐസിംഗ്. 1 മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ. വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്. റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ.
മൈ കൊച്ചിൻ അതൊരു സംഭവമാണ് കേട്ടോ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. കുറ്റടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന സൗത്ത് ഇന്ത്യൻ ഗ്രീൻ ഗോൾഡ് കാർഡമം ഏലക്കാലേല വിവരം. ആകെ ലോട്ട് 307, വിൽപ്പനയ്ക്ക് വന്നത് 50,171, വിൽപ്പന നടന്നത് 50,171, കൂടിയ വില 1,444, ശരാശരി വില 1,028. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 460 രൂപ, ഏലം കൂടിയ വില 1,060, ശരാശരി 980. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 120 രൂപ, ഗ്രാമ്പു 600 രൂപ, കൊക്കോ 30 രൂപ, റബ്ബർ 135 രൂപ. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 2,660 രൂപ, വെള്ളി ഗ്രാമിന് 60 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കന്മാർ, സ്പാർക്ക്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. കേരളവും തമിഴ്നാടും തമ്മിൽ അതിർത്തി തർക്കം നിലനിൽക്കുന്ന കമ്പംമെട്ടിൽ മന്ത്രി M.M. മണി സന്ദർശനം നടത്തി. കമ്പംമെട്ടിലെ ഭൂമി പ്രശ്നം പരിഹരിക്കാൻ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ചർച്ചയാണ് വേണ്ടതെന്ന് മന്ത്രി M.M. മണി. കട്ടപ്പന നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. LDF BJP അംഗങ്ങൾ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചു. മൂന്നാർ ചെണ്ടുവരയിൽ തൊഴിലാളികൾ JCB ഉപയോഗിച്ച് തുരത്തിയോടിച്ച കാട്ടാന ചെരിഞ്ഞു. ചിന്നക്കനാൽ പഞ്ചായത്തിലെ പെരിയ കനാലിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഈ വർഷവും പ്രവേശനാനുമതിയില്ല. പ്രവേശനാനുമതി ലഭിക്കാതിരുന്നത് ഇന്ത്യൻ മെഡിക്കൽ കൌൺസിൽ അംഗീകാരം നിഷേധിച്ചതിനെ തുടർന്ന്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.